ഹരി ഓം. അധ്യായം 20. ദുർവാസാവ് മഹർഷി ഭഗവാന്റെ മായയിൽ പെടുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ഒരു ദിവസം മുനിശ്രേഷ്ഠനായ ദുർവാസാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വൃന്ദാവനത്തിലേക്ക് പോയി. കാളിന്തി നദിക്കരയിൽ വെച്ച് ശ്രീകൃഷ്ണനെ അദ്ദേഹം കണ്ടു. കൃഷ്ണൻ മറ്റു ഗോപബാലകരോടൊപ്പം മണ്ണിൽ വീണുരുളുകയും അവരോടൊപ്പം കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ ശരീരം മുഴുവൻ പൊടി പുരണ്ടിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണനെ മറ്റ് ഗോപകുട്ടികളോടൊപ്പം ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് അത്യധികം ആശ്ചര്യം തോന്നി. ഇത് ഒരു സാധാരണ ശിശുവല്ലേ? കൃഷ്ണൻ ഭഗവാനാണെങ്കിൽ എന്തിനാണ് മറ്റു കുട്ടികളുടെ കൂടെ മണ്ണിലുരുളുന്നത് എന്ന് ദുർവാസാവിൻ്റെ മനസ്സിൽ തോന്നി. ആ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിച്ചെന്ന് ദുർവാസാവിൻ്റെ മടിയിലിരുന്നു. അല്പസമയം കഴിഞ്ഞ് ഭഗവാൻ അവിടെ നിന്നും ഓടിപ്പോയി. പിന്നെയും ഭഗവാൻ ചിരിച്ചുകൊണ്ടും മധുരവചനങ്ങൾ മൊഴിഞ്ഞുകൊണ്ടും മഹർഷിയുടെ അരികിൽ ചെന്നു. പെട്ടെന്ന് മഹർഷി പൊടിയായി മാറിയ ശേഷം ചിരിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ വായയിലേക്ക് കയറിപ്പോയി. അകത്ത് ചെന്നപ്പോൾ മഹർഷി അതിവിശാലമായ ഒരു ലോകം തന്നെ ദർശിച്ചു. അവിടെ അദ്ദേഹം ഒരു വലിയ കാട്ടിലെത്തിയപ്പോൾ ഒരു പെരുമ്പാമ്പ് അദ്ദേഹത്തെ വിഴുങ്ങി. അതിൻ്റെ വയറ്റിലെത്തിയപ്പോൾ മഹർഷിക്ക് മുഴുവൻ ബ്രഹ്മാണ്ടവും ദർശിക്കാൻ സാധിച്ചു. അതിലൂടെ സഞ്ചരിച്ച മഹർഷി അവസാനം ചെന്നെത്തിയത് ഒരു ശ്വേതപർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു. ആ പർവ്വതത്തിൻ്റെ മുകളിൽ അനേകം വർഷത്തോളം മഹർഷി ഭഗവാനെ തപസ് ചെയ്തു. അങ്ങനെ മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ ഒരു പ്രളയം വന്നു. ആ മഹാപ്രളയത്തിൽ ദുർവാസാവ് വെള്ളത്തിൽ ഒഴുകിപ്പോകാൻ തുടങ്ങി. എങ്ങു നോക്കിയിട്ടും ഒരു കര കാണാൻ മഹർഷിക്ക് സാധിച്ചില്ല. അങ്ങനെ അനേകം വർഷങ്ങൾ പിന്നിട്ടു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ഓർമ്മശക്തി തിരിച്ചു കിട്ടിയ ശേഷവും അദ്ദേഹം വെള്ളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് മറ്റൊരു ബ്രഹ്മാണ്ടം ദൃശ്യമായി. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പ്രവേശിച്ചപ്പോൾ മഹർഷിക്ക് മഹത്തായ വിരജാ നദി കാണാൻ സാധിച്ചു. വിരജാ നദിയും കടന്ന് മഹർഷി പോയപ്പോൾ വൃന്ദാവനവും ഗോവർദ്ധനവും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതു കണ്ട മഹർഷി അത്യധികം സന്തോഷിച്ചു. ഒടുവിലായി അദ്ദേഹം കണ്ടത് ഒരു നികുഞ്ചത്തിൽ അനന്തകോടി സൂര്യന്മാരെ പോലെ പ്രശോഭിക്കുന്ന ദിവ്യമായ അനേകം താമരപ്പൂക്കളിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷാൽ രാധാവല്ലഭനായ ശ്രീകൃഷ്ണനെ ആയിരുന്നു. ഭഗവാനെ ചുറ്റപ്പെട്ട് അനേകം ഗോപി ഗോപന്മാരും പശുക്കുട്ടികളും ഉണ്ടായിരുന്നു. മഹർഷിയെ കണ്ട കൃഷ്ണൻ ചിരിച്ചു. ആ ചിരിയിൽ ഭഗവാന്റെ വായയിൽ കൂടി മഹർഷി പുറത്തേക്ക് വന്നു. ദേഹം മുഴുവൻ പൊടി പുരണ്ട് യമുനാ തീരത്ത് കളിക്കുന്ന അതേ കൃഷ്ണനെയാണ് മഹർഷിക്ക് ദർശിക്കാൻ സാധിച്ചത്. താൻ കാണുന്നത് സാക്ഷാൽ വൈകുണ്ഠവാസിയായ ഭഗവാനെ തന്നെയാണെന്ന് മഹർഷിക്ക് മനസ്സിലായി. അപ്പോൾ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ച ശേഷം കൈകൂപ്പിക്കൊണ്ട് സ്തുതിച്ചു. ശ്രീകൃഷ്ണനെ പ്രണമിച്ച് ദുർവാസാവ് മഹർഷി ധ്യാനിക്കാനായി ബദരി ആശ്രമത്തിലേക്ക് പോയി. ഇപ്രകാരം ഭഗവാന്റെ ബാല്യകാല ലീലകൾ നാരദ മഹർഷി ബഹുലാശ്വന് പറഞ്ഞുകൊടുത്തുവെന്ന് ഗർഗമുനി ശൗനക മഹർഷിയോട് അരുളി ചെയ്തു. അതിനുശേഷം ഭഗവാൻ ഏതെല്ലാം വിചിത്ര ലീലകൾ ചെയ്തുവെന്ന് ബഹുലാശ്വൻ ചോദിച്ചതിനുത്തരമായി നാരദൻ അവയെല്ലാം ക്രമേണ വിവരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ രാധയോട് പറഞ്ഞ കഥകൾ രാധാദേവി തന്നെയാണ് തനിക്ക് പറഞ്ഞു തന്നത് എന്നും നാരദൻ പറഞ്ഞു. ഈ ഗോലോകഖണ്ഡം എല്ലാം പ്രദാനം ചെയ്യുന്ന മാഹാത്മ്യമുള്ളതാണ്. ബ്രാഹ്മണർ ഇത് പഠിച്ചാൽ ശാസ്ത്രവിജ്ഞാനവും, ക്ഷത്രിയന് പരാക്രമവും, വൈശ്യന് നിധിയുടെ ആധിപത്യവും, ശൂദ്രന് സംസാരമോചനവും ലഭിക്കുമെന്നും നാരദൻ വിവരിച്ചു. ആരാണോ ഇത് കർമ്മഫലേച്ഛയില്ലാതെ പഠിക്കുന്നത് അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു.
ഭക്തിയോടെ ഇത് പഠിക്കുന്ന ഏതൊരാൾക്കും ഭഗവാന്റെ ഗോലോകധാമത്തിൽ എത്താൻ കഴിയുമെന്നും നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 1-ാം ഖണ്ഡത്തിലെ 20-ാം അധ്യായം സമാപിക്കുന്നു. ദുർവാസാവ് മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ച ഭാഗം ഇവിടെ ഉൾപ്പെടുത്തുന്നു. ബാലം നവീനശതപത്ര വിശാലനേത്രം ബിംബാധരം സഗനമേഘരുചിം മനോജ്ഞം മന്ദസ്മിതം മധുരസുന്ദരമന്ദയാനം ശ്രീനന്ദനന്ദനമഹം മനസാ നമാമി. മഞ്ജീരനൂപുരരണന്നവരത്നകാഞ്ചി ശ്രീഹാരകേസരി നഖപ്രതിയന്ത്രസംഘം ദൃഷ്ട്വാർത്തിഹാരിമപി ബിന്ദുവിരാജമാനം വന്ദേ കലിന്ദതനുജാതടബാലകേലിം. പൂർണേന്ദുസുന്ദരമുഖോപരി കുഞ്ചിതാംഗ്രാ കേശാനവീനഘനനീലനിഭാസ്ഫുരന്ത രാജന്ത ആനദശിരക്കുതുകസ്യ യസ്യ നന്ദാത്മജായ സബലായ നമോ നമസ്തേ. ശ്രീനന്ദനന്ദനസ്തോത്രം പ്രാതരുദ്ധായ യഃ പഠേത് തന്നേത്രഗോചരോ യാതി സാനന്ദം നന്ദനന്ദനം. ഗോലോകഖണ്ഡം സമാപ്തം. ഹരി ഓം.